ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്ന് ഞാൻ ഓനോട് കരണ്ട് കാല് പിടിച്ചെന്ത് ഈ പറഞ്ഞ പോലെ എന്റെ പേരിൽ കേസ് കൊടുത്തോ, പക്ഷെ മമ്മൂനെയും മറ്റേ അസ്പാക്കിനെയും പിള്ളേരെല്ലാം ഒന്ന് ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്കൊരു കേസ് അല്ലാണെ പാരെ കാണ് പിള്ളായൊരു മലെ കാണ് ഇതാ കണ്ടോ, ഡിഫേമേഷൻ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം മൂപ്പറിപ്പോ ഇതായിട്ടുണ്ടാവുക. അതും പിന്നെ എൻ്റെ വണ്ടീന്റെ പേരിലുള്ള ഒരു തെഫ്റ്റ് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അർജന്റീന ഇന്ന് സ്പെയിനും ഇതുമല്ലേ, സൗദിയല്ലേ ഇന്ന് മാച്ച്? ഇന്ന് സ്പെയിനും സൗദിയല്ലേ? സർപ്രൈസ് ഇതാണോ? ഇതൊന്നല്ല സർപ്രൈസ് എല്ലാം വരും. വെയിറ്റ് ആക്ക്. ഡി സി റിയാക്ട് ചെയ്യാം. ഇതൊന്നല്ല സർപ്രൈസ്. ഇതെന്താ സർപ്രൈസ്? ഇതൊന്നും സർപ്രൈസ് ഒന്നല്ല. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അങ്ങാണ്ട് നിന്നു. ഓൻ എന്ത് ചെയ്തു, ഒരു മിനിറ്റ്, എന്റെ ചാനൽ ടെർമിനേറ്റ് ആക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടാന്ന് ഓന്റെ മറ്റേ പാട്ടുണ്ടല്ലോ, ഏതാന്ന് മറ്റേ ഇതുണ്ടല്ലോ, ഏതാന്നാ പാട്ട്, കനവേ മറ്റേ പാട്ടെല്ലാം ഓന്റെ 2-3 പാട്ട്. ഓൻ എന്നോട് താഴെന്ന് പറഞ്ഞു ഇത് റിയാക്ട് ചെയ്യണം, ഇതിന് ഹൈപ്പ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പാട്ട് ഞാൻ റിയാക്ട് ചെയ്തു. അത് ഗാലറി വിഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഞാൻ പറയുന്നില്ല, എനിക്ക് തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കുകയും ചെയ്യും. കള്ള നായ്ക്കൾ, ഗാലറി വിഷൻ എന്ന് പറയുന്ന കള്ള നായ്ക്കൾ ഉണ്ടല്ലോ, ഈ നായ്ക്കള് ആ പോക്സോ നാറീന്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇവന്മാര് എന്റെ ചാനൽ അടിച്ച് കളഞ്ഞു. ഫാസിലോ അങ്ങനെ ഏതോ പറഞ്ഞ ഒരു നാറിയാണ് ഇത് ചെയ്തത്. ഇവരെല്ലാം കൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. എന്നിട്ട് ഇതായാലും ഇവന്മാർ അത് വെച്ചിട്ട് തന്നെ എന്നെ പണിഞ്ഞു, മനസ്സിലാ. ഞാൻ പിന്നെ ഓനെ പോലെ അത്ര പെട്ടെന്ന് തന്നെ ലൈവ് ഇതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത്ര ഇതില്ലാത്തോണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ ഓൻ പറഞ്ഞിട്ട് ഞാൻ റിയാക്ട് ആക്കിയ സാധനത്തിന് ഓൻ തന്നെ ഇതടിച്ചിട്ട് തന്നു. 2 കോപ്പിറൈറ്റ്, 2 3-4 എന്തോ അടിച്ച് ചാനൽ ഇതാക്കി തന്നു. നഗ്ന വീഡിയോകളും അശ്ലീല ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് യൂട്യൂബർ തൊപ്പിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് IT നിയമപ്രകാരം കേസെടുത്തത്. ജെവിനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജെവിൻ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊപ്പി ഗ്യാങ്ങിന്റെ ചില സംസാരങ്ങൾ, അവരുടെ ചില ഈ വീഡിയോ ഒപ്പം ചേർന്നുള്ള വീഡിയോക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പിന്നെ ഞാനെന്താ മുഞ്ചാനിരിക്കണം. ഓൻ ഇത്രയും എന്റെ പേരിൽ ഒരു 5-10 കേസവും കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? 5-10 കേസവും എന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കരഞ്ഞ് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എന്നെ വേണമെങ്കിൽ കുടിക്കോ, ബാക്കിയുള്ള 2 പിള്ളേരുണ്ടല്ലോ, ബുദ്ധിയും ബോധവും ഇല്ലാത്ത അസ്പാക്കും മറ്റേ മമ്മും, ഇവന്റെ ഒന്നും ഭയങ്കര അവസ്ഥയാണ് ഇവന്റെ എല്ലാം. അപ്പൊ ആ പിള്ളേരെ ഇതിന് ഞാൻ വിളിച്ച് ചോദിച്ചു. എന്റെ വക്കീലുണ്ട് ഒരുത്തൻ, പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അവന്റെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് ഈ പറഞ്ഞ പോലെ പിള്ളേരെ ഒഴിവാക്കി തരുമെങ്കിൽ നമ്മൾ ഒരു ഇതാക്കാൻ വരുന്നില്ല, നമ്മൾ ഇത് പിൻവലിക്കാം. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റൂല, നിങ്ങളെ ഊമ്പിക്കും. അപ്പൊ പിന്നെ നമ്മളും കൊടുത്ത്, നമ്മളങ്ങനെ വെറുതെ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം കൊടുക്കേണ്ട ആള് ഞാനാ. ആദ്യം എന്റെ വീഡിയോ എടുത്തിട്ട്, പ്രൈവറ്റ് വീഡിയോ എടുത്തിട്ട് ഒരു മസാല ഇതുപോലെ നിങ്ങളെല്ലാം കൺവിൻസ് ചെയ്ത് ഇതാക്കിയെടുത്തത് ഈ നാറിയാന്ന്, മനസ്സിലായോ? അപ്പോ ഞാൻ അങ്ങോട്ട് കേസ് കൊടുക്കാണ്ടിരുന്നതിനെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, മനസ്സിലായോ? വെറുതെ ഇങ്ങോട്ട് പണിയാൻ നോക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങോട്ട് നമ്മൾ ഇതാക്കി നിന്നതിനെ കൊണ്ട് കാര്യമില്ല. എത്രാമത്തെ എപ്പിസോഡാണ് ചന്ദ്രമാന്റെ? വിമർശനങ്ങളൊക്കെ വന്നിരുന്നു, അതിന്റെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ നഗ്ന ഈ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ന്യൂ ഗ്യാങ് എന്തായി എന്ന് പറഞ്ഞാൽ നമ്മള് മെമ്പേഴ്സ് സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊച്ചാപ്പി വന്നിട്ടുണ്ട്, എക്സി വന്നിട്ടുണ്ട്. നമ്മളെ 2 ആൾക്കാർ ഇപ്പൊ അവരാന്നുള്ളത്. കൊച്ചാപ്പിയും എക്സിയും MRC പുറത്ത് ഇതാക്കിയ ഇറങ്ങിയ ആൾക്കാരാണ് അവർ. ആദ്യമേ ഈ പറഞ്ഞ അടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ട് ഇറങ്ങിയ ഒരാളാണ് കൊച്ചാപ്പി. അപ്പൊ കൊച്ചാപ്പി ഇറങ്ങിയത് കൊണ്ട് കൊച്ചാപ്പി വന്നു. കൊച്ചാപ്പിനെ നമ്മൾ ലൈവിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കൊച്ചാപ്പി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ബാക്കിയുള്ള ആൾക്കാരും കൂടി. കൊച്ചാപ്പി ഒരു അടിപൊളി മെമ്പറാണ്, നല്ല ഗൺ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോ ബാക്കിയുള്ള ആൾക്കാർ വരും, മനസ്സിലാവും. ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ വെയ്യ വരും. ഒരു 1 month 2 monthന്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് ഓരോരോ ആൾക്കാരായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സ്ലോട്ട് ഫുള്ളായി. അറിയാം ബ്രദർ എല്ലാം അറിയാം.
ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ആക്കാനാണ് നമ്മളെ പ്ലാന്. അപ്പോ ബാക്കി നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് എന്താന്നുള്ളത്